ഇന്നലത്തെ വിഷയം തന്നെയാണ് ഇന്നും എടുത്തിട്ടുള്ളത്. എന്താ, സിദ്ദിഖ് പരക്കം പാഞ്ഞ് നടക്കുക, സുപ്രീം കോടതിയിൽ നിന്നെങ്കിലും മുൻകൂർ ജാമ്യം കിട്ടുമോ എന്നുള്ള ഇതിൽ. എന്തായാലും ഇപ്പോഴും സിദ്ദിഖ് ഒളിവിൽ തന്നെ. ഒളിവിലെന്ന് പറയുമെങ്കിലും കേരളത്തിലുണ്ടെങ്കിലും നമ്മുടെ കേരള പോലീസ് സിദ്ദിഖിനെ നേരെ അറിയുന്ന സ്ഥലത്താണെങ്കിൽ പോലും പോയി പിടിക്കുകയൊന്നും ചെയ്യില്ല. ഏതെങ്കിലും ഒരു ഹോട്ടലിലോ അല്ലെ വേറെ ഏതെങ്കിലും നടന്മാരുടെ ഒരു സഹായത്തിലൊക്കെ നിൽക്കുന്ന എന്ന് അറിഞ്ഞാൽ തന്നെ ആരും ചെയ്യില്ല. ഇതിപ്പോ വലിയ പ്രഗത്ഭനായ സിനിമാ നടനായ സിദ്ദിഖിന്റെ കാര്യത്തേക്കാൾ ഇന്നും ആ വിഷയം എടുക്കാൻ ഞാൻ ചിന്തിച്ചത് എന്താന്ന് വെച്ചാൽ, ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നുണ്ടല്ലോ. എത്രയോ വർഷത്തിന് ശേഷം ആ പെൺകുട്ടി ഒന്ന് മനസ്സിലെങ്കിലും ഒന്ന് സന്തോഷിച്ചിട്ടുണ്ടാവുമല്ലോ. കാരണം ആ പെൺകുട്ടി അന്ന് പറഞ്ഞിട്ടുണ്ടായി, +2 പഠിക്കുന്ന സമയത്ത് മാനസികമായി വളരെ ട്രോമ അനുഭവിച്ചിട്ടുണ്ടായ ഒരു കാലഘട്ടമായിരുന്നു കടന്നുപോയതെന്ന്. ഇടക്കാലത്ത് വെച്ചിട്ട് മീറ്റു എന്ന് പറഞ്ഞ് സിദ്ദിഖിന്റെ കാര്യം പറഞ്ഞപ്പോഴും അതിലൊന്നും പെൺകുട്ടിക്ക് ഒരു ഇത് കിട്ടിയിട്ടുണ്ടായില്ല. എന്തിന് ഇപ്പൊ പോലും ആ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ ചൈനയിൽ നിന്ന്, കോളേജിൽ നിന്ന് പുറത്താക്കി, രാജ്യത്ത് നിന്ന് പുറത്താക്കി. ഈ രാഹുൽ ഈശ്വറിന്റെ മകൾക്കാണ് അല്ലെങ്കിൽ ഭാര്യക്കാണ് അല്ലെങ്കിൽ സഹോദരിക്കാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചാനൽ തോറും വന്നിരുന്നിട്ട് അവർ പറയുന്നുണ്ട് ഇത് കുറ്റാരോപിതനല്ലേ. ദിലീപിന്റെ കാര്യത്തിലും മുകേഷിന്റെ കാര്യത്തിലും എന്താ ഈ രാഹുൽ ഈശ്വറിന് ഇത്ര ഒരു ഒരു ബേജാറ് എന്ന് പറയുമ്പോൾ, എന്തോ ഇവരൊന്നും പിടിക്കപ്പെടരുത്, ഇവരാരും ചെയ്തിട്ടില്ല. ഇവരൊക്കെ തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ രാഹുൽ ഈശ്വറിനോട് പറഞ്ഞിട്ടാണോ പോകുന്നത്? തെറ്റ് ചെയ്ത ആരെങ്കിലും ഞാൻ ആ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കില്ല. പിന്നെ മിണ്ടാണ്ടെങ്കിലും ഇരുന്നൂടെ ഈ രാഹുൽ ഈശ്വറിന്? അവനും ഒരു പെൺകുഞ്ഞുണ്ടെങ്കിൽ ഇതുപോലെ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ അത് ആരോപണമാണ് എന്ന് പറഞ്ഞ് ഈ രാഹുൽ ഈശ്വർ നിൽക്കുമോ? മറുവശത്തുള്ളൊരു പെൺകുട്ടിക്ക് നീതി കിട്ടുമെങ്കിൽ കിട്ടണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? എല്ലാ വീട്ടിലും പെൺകുട്ടികളുണ്ട്. ശരിയാണ്, അവര് സിനിമയുടെ ഇതിന് ഒറ്റയ്ക്ക് പോയി. നമ്മുടെ കേരളമല്ലേ ഇത്രയും പ്രഗത്ഭരായ ഒരു സിനിമാ നടന്മാരുടെ റൂമിൽ പോയപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്യും, അതും ഇത്രയും പ്രായമുള്ളൊരു സിദ്ദിഖിൽ നിന്ന് ഇങ്ങനെ വരുമെന്നൊന്നും പെൺകുട്ടി ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും വർഷങ്ങളോളം ആ പെൺകുട്ടി മനസ്സിലതൊരു തീക്കനലായി കൊണ്ടു നടന്നപ്പോൾ അതൊക്കെ മറന്ന് അവരവരുടെ വിജയത്തിന് വേണ്ടി സിനിമയിലും എല്ലാം വിജയിച്ച് അമ്മയിൽ വലിയൊരു സ്ഥാനം ഉണ്ടായി. അങ്ങനെയൊക്കെ സിദ്ദിഖ് പറന്ന് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു വീഴ്ച വരുമെന്ന് ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പെൺകുട്ടിയുടെ മനസ്സാലോചിച്ചിട്ട് തന്നെ ഇന്ന് ഈ ഒരു വിഷയം വീണ്ടും എടുക്കാൻ കാരണം ആ പെൺകുട്ടിയുടെ ഒരു സന്തോഷം. ഏതായാലും സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി പോകുമ്പോൾ അവിടെയും ഒരു ഇത് പെൺകുട്ടി ജാമ്യം പിന്നെ ഇത് റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിലോട്ട് പെൺകുട്ടി കൊടുത്തിട്ടുണ്ടെന്ന് കേൾക്കുന്നു. എന്തായാലും സിദ്ദിഖിനെ ഇതുവരെയും പിടിച്ചിട്ടില്ല. ഇപ്പൊ അറിയാൻ കഴിയുന്നത് സിദ്ദിഖ് ഇപ്പൊ 2 ദിവസം ഒരാഴ്ചയായിട്ട് ഈ ഒരു ആരോപണവും അതും ഇതൊക്കെയായി മാറി നിൽക്കുമ്പോൾ സിനിമ പോലെ നടക്കും. കാരണം സിദ്ദിഖും വിചാരിച്ചിട്ടുണ്ടാവും, എൻ്റെ സ്ഥാനത്ത് എൻ്റെ സിംഹാസനം എപ്പോഴും ഒഴിഞ്ഞു തന്നെ കിടക്കും, ഞാൻ തന്നെ വേണം അവിടെ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അതിന് ഇപ്പോ എല്ലാത്തിനും സിദ്ദിഖിന് കരാറൊപ്പിട്ട സിനിമയിലൊക്കെ പകരക്കാരന്മാർ വന്നു. ഏതോ ഒരു സിനിമയിൽ രഞ്ജി പണിക്കർ വന്നു, വേറൊരു സിനിമയിൽ ഷമ്മി തിലകം വന്നു. ദിലീപ് കാലങ്ങളോളം കാത്തിരുന്നൊരു ഫിലിം റെഡിയായി റിലീസിന് നിൽക്കുമ്പോൾ അതിൽ സിദ്ദിഖുണ്ട്. അതും ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണെന്ന് കേൾക്കുന്നത്. OTT പോലും സിദ്ദിഖിൻ്റെ ഒരു സിനിമ എടുക്കാൻ ഇപ്പോൾ മടിക്കുന്നു. പിന്നെ വേറെ ഒരു വിനോദ് എന്ന് പറഞ്ഞൊരു ആള് അടുത്ത പടത്തിന് വേണ്ടി 5 ലക്ഷം അഡ്വാൻസ് കൊടുത്ത് ഒക്ടോബറിൽ തുടങ്ങാനിരിക്കുന്ന ഒരു ഫിലിമിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു, അവരും മാറ്റി. അപ്പോൾ പകരം 1-2 ദിവസം മാറി നിൽക്കുമ്പോഴത്തേക്ക് പകരക്കാർ വരും. ആരും അഹങ്കരിക്കരുത്. ഞാനില്ലാതെ ഈ ലോകത്തൊന്നും നടക്കൂല, ഞാനില്ലാതെ ഒന്നും ആർക്കും എപ്പോഴും വേണേലും പകരക്കാർ വരാം. ഇതൊക്കെ ചെയ്യുമ്പോൾ അഹങ്കാരത്തിന്റെ മൂർധന്യത്തിൽ നിന്നുകൊണ്ടായിരുന്നല്ലോ സിദ്ദിഖ് ആയാലും ദിലീപ് ആയാലും മുകേഷ് ആയാലും ഒക്കെ ചെയ്തത്. ഇതിപ്പോ അറിഞ്ഞ ഒരു പെൺകുട്ടി ധൈര്യമായി വന്ന് പറഞ്ഞതുകൊണ്ട് ഇതുപോലെ എത്ര പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടാവാം. ആദ്യ ഭാര്യ എന്തിനായിരിക്കാം ആത്മഹത്യ ചെയ്തത്? ഇതൊക്കെ ഒരു ചോദ്യം തന്നെയല്ലേ. മുകേഷിന്റെ ആദ്യ ഭാര്യ സരിത എത്രമാത്രം കണ്ണീരോടുകൂടി പൊതുജന മധ്യത്തിൽ വന്നിട്ട് മുകേഷിനെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും ഒരു കുലുക്കവും മുകേഷിന് ഉണ്ടായിട്ടില്ല. 2 ആൺമക്കളെ നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. സരിതയാണ് ആ കുട്ടികളെ പഠിപ്പിച്ചതും വലിയ നിലയിൽ ദുബായിലൊക്കെ പഠിപ്പിച്ചിട്ട് ജീവിക്കുന്നത്. അതുപോലും മുകേഷ് ചെയ്തിട്ടുണ്ടായില്ല. എന്തായാലും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം പെൺകുട്ടികൾക്ക് നീതി ലഭിക്കണം.
നമ്മുടെ പെൺകുട്ടികള് സമൂഹത്തിൽ എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ തന്നെ അമ്മമാർക്ക് പേടിയാ. സ്കൂളിൽ പോകുന്ന കുട്ടികള് വണ്ടിയിൽ എങ്ങനെയായിരിക്കും, ഇത് ആരും പറയില്ല എന്നുള്ള ഒരു ഇതോടുകൂടിയാണ് വലിയ വലിയ ആൾക്കാർ ചെയ്യുന്നത്. എന്തായാലും കണ്ടു കിട്ടട്ടെ അല്ലേ.